കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനുമ മിസ്സാണ്. എല്ലാവരും എക്സാമിന്റെ ഒരു പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സുകളിലൂടെയൊക്കെ ഗംഭീരമായിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുന്നതായിരിക്കും. ചോദ്യം ഇതാണ്: എ സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെന്റ് പ്ലേസസ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ? എന്തൊക്കെയാണ് സീഡ് ഡിസ്പേഴ്സലിനുള്ള മറ്റ് മാർഗങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വിത്ത് വിതരണത്തിനുള്ള മറ്റ് മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒരു വിത്ത് പല സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, വളരെ റെയർ ആയിട്ടുള്ള ചെടികൾ പോലും പല സ്ഥലങ്ങളിലേക്കും നമ്മൾ എത്തുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അതിശയിക്കാറുണ്ട്, ഈ വിത്ത് എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത് അല്ലെ. അതിന് കാരണങ്ങളായിട്ടുള്ള കുറെ ഏജൻസികളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ജന്തുക്കൾ വഴി അല്ലെ, ആനിമൽസ് വഴി. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബേർഡ്സിനെ തന്നെ വളരെ ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഒരു പക്ഷി ഇപ്പൊ ഒരു ഫ്രൂട്ടും കൊണ്ട് ഇങ്ങനെ കൊത്തി പറന്നു പോവായിരിക്കും. പോകുന്ന വഴിക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? പല സ്ഥലങ്ങളിലും അല്ലെ അത് ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളായിട്ടുണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? പുതിയ ചെടികൾ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ അല്ലെ, അതിന്റെ കാഷ്ടത്തിൽ നിന്ന് പോലും എന്ത് ചെയ്യാറുണ്ട്? വിത്തുകൾ മുളയ്ക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ജന്തുക്കൾ എന്താണ് ഒരു നല്ല ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഈ ജന്തുക്കൾ അല്ലാതെ വേറെന്ത് മാർഗത്തിലൂടെയാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെ, നമുക്ക് കാറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കാറ്റിലൂടെ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കാറ്റത്ത് പാറിപ്പോകുന്ന ഈ അപ്പൂപ്പൻ താടി എന്താണ്? വിത്ത് വിതരണത്തിന് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അപ്പൂപ്പൻ താടിയെ കാറ്റ് തന്നെയാണ് അല്ലെ. പിന്നെ നമുക്ക് പറയാം അല്ലെ, ജലം വെള്ളത്തിലൂടെ എന്ത് ചെയ്യാറുണ്ട്? വിത്ത് വിതരണം നടക്കാറുണ്ട്. തേങ്ങയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് ശ്രദ്ധയായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ കാറ്റ്, ജലം, പിന്നെയോ പൊട്ടിത്തെറിച്ച് അല്ലെ, പൊട്ടിത്തെറിച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തില് നമ്മളുടെ വിത്ത് വിതരണം നടക്കാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം അല്ലെ, ബൈ ബേർഡ്സ് ആൻഡ് ആനിമൽസ്, ബൈ വിൻഡ്, ബൈ വാട്ടർ, ബൈ ബേഴ്സ്റ്റിംഗ്. പൊട്ടിത്തെറിച്ചും എന്ത് ചെയ്യാറുണ്ട്? സ്വന്തമായിട്ട് അല്ലെ പൊട്ടിത്തെറിച്ചും വിത്ത് വിതരണം നടക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. ആണല്ലോ, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? യെസ്, ഓക്കെ. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായമാകുന്ന അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? വിത്ത് വിതരണത്തിന് ഓരോ ചെടിയും പലതരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോക്കിക്കേ, മാങ്ങയുണ്ട്, ആപ്പിൾ ഉണ്ട് അല്ലെ, ഓറഞ്ച് ഉണ്ട്. ഇവയൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ പോലും അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന അതിന്റെ കളറും അതിന്റെ ടേസ്റ്റും ഒക്കെ കാരണമാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഈ ജീവികളൊക്കെ അല്ലെ, ജീവികളായിരിക്കും പ്രത്യേകിച്ച് ഇത് എന്ത് ചെയ്യുന്നുണ്ടാവുക? വിത്ത് വിതരണത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഫ്ലഷി പാർട്ട് അല്ലെ, മാംസളമായിട്ടുള്ള ഭാഗങ്ങള്, സ്വീറ്റ് ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടാവും അല്ലെ. നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനടുത്തേക്ക് എന്ത് ചെയ്യുന്നത്? പക്ഷികൾ പോകുന്നത്. മാത്രമല്ല അല്ലെ, നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് എന്ത് ചെയ്യും? ആകർഷിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ ബ്രൈറ്റ് കളേഴ്സ് എന്തിനാണ്? അതിന്റെ വിത്ത് വിതരണത്തിന് തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ വെക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ മക്കളെ, നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് അല്ലെ 6ാം ക്ലാസ്സിലേക്കാണ് അടുത്ത വർഷം പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ കൃത്യമായിട്ട് ബേസ് മുതൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് സൈലത്തിന്റെ നമ്മുടെ 6ാം ക്ലാസ്സിലേക്കുള്ള ബാച്ച് ആണ് വജ്ര ബാച്ച് എന്ന് പറയുന്നത്. വജ്ര ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സൈലം എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായിട്ട് 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് ബാച്ചുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല, വേറൊരു കിടിലം കാര്യം കൂടെ മിസ് പറഞ്ഞു തരട്ടെ. നിങ്ങൾ മാർച്ച് 20 മുന്നേ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഭാഗ്യശാലികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് എന്തുണ്ട്? ഒരു സ്മാർട്ട് വാച്ചും കൂടെ സമ്മാനമായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണല്ലേ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ മക്കളെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.